ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചിയും രേവതിയും കൂടി ചേർന്ന് ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വിമലയുടെ അടുത്ത് സംസാരിച്ചു വന്നതിന് ശേഷം ഈ കാര്യത്തെക്കുറിച്ചിട്ട് രവിയുടെ അടുത്തും പറയാണ്, എന്ത് വിധേനയും ആദ്യം ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് സച്ചി ഉള്ളത്. ഇവരുമായുള്ള സംസാരമൊക്കെ നമ്മുടെ ശ്രുതി മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. സച്ചി എന്തായാലും അവനെ ഏത് വിധേനയും കൂട്ടിക്കൊണ്ടുവരുന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ രവിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടോ അവരെ നിർബന്ധിച്ചിട്ടോ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. അല്ല അച്ഛാ, അവരുടെ മകളെ ഭയപ്പെടുന്നുണ്ട്. ഒരിക്കലും അമ്മ ഉണ്ടായിട്ടും അമ്മയുടെ സ്നേഹം കിട്ടാതെ ഒരു കുട്ടി പോലും വളരാൻ വേണ്ടി പാടില്ല അച്ഛാ. എന്റെ കൺമുമ്പിൽ ഇനി ഒരു സച്ചിയും കൂടി ഉണ്ടാവാൻ വേണ്ടി പാടില്ല അച്ഛാ. അത് എനിക്കൊരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല. സച്ചിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങളെല്ലാം നോക്കി കാണുന്നത്. തന്റെ വിഷമമാണല്ലോ പറയുന്നതും. എന്റെ ജീവിതത്തില് അച്ഛനും അച്ഛമ്മയും അതുപോലെ ഇപ്പൊ രേവതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. എന്നാ ആദിയുടെ കാര്യം അങ്ങനല്ല. അവന്റെ ജീവിതത്തില് മറ്റാരും ഇല്ല. അതുകൊണ്ട് അച്ഛാ നമുക്ക് അവനെ അങ്ങനെ വിട്ടു കളയാൻ വേണ്ടി പറ്റുമോ? നമുക്ക് അച്ഛാ അവനെ വളർത്താം എന്നൊക്കെ സച്ചി ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ രേവതിയും അതെ അച്ഛാ, നമുക്ക് അവനെ വളർത്താം. ഞങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും അവൻ തന്നെയായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ്. ഇതെല്ലാം കേട്ട് രവി പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ് എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് എത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ 3 പേര് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറയണം. ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്തായാലും ചുമ്മാ ഇരിക്കില്ല. നിങ്ങളുടെ അമ്മയുടെ കൂടെ സുധിയും ചേരുന്ന് പറയുമ്പോൾ അവനൊക്കെ ഒരു കാര്യമാണ് വെച്ചാൽ ആ ഓടിപ്പോയതിന്റെ കാര്യം വിട്. അച്ഛൻ മാത്രം സമ്മതം പറഞ്ഞാൽ മതി. ബാക്കി കാര്യം എനിക്കറിയാം, അവനെ എങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പദ്ധതി എങ്ങനെങ്കിലും പൊളിക്കണല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയെ ഈ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുവാണ്. റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു രേവതിയാണെന്ന്. അവള് ഇപ്പോഴും ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? അത് എനിക്കറിയില്ല ആന്റി. പുറത്ത് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്താ സംസാരിക്കുന്നതെന്നുള്ള കാര്യം അറിയോ എന്ന് ചന്ദ്ര പറയാണേ. അറിയുന്നോ? എന്താ ആന്റി? അവര് കടല കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചെക്കന്റെ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ എന്തിനാ കേൾക്കുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഉള്ളോട്ട് പോകുന്നത്. അയ്യോ ആന്റി, അത് മാത്രമല്ല അവര് സംസാരിച്ചത്, അവര് വേറൊരു പ്രശ്നം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്താണെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, അന്ന് ആന്റി ആ ചെറിയ പയ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച്? പറഞ്ഞു. അത് അന്നത്തോടു കൂടി വിട്ടതല്ലേ? ഇല്ല ആന്റി, അത് അങ്ങനെ വിട്ടിട്ടില്ല. വീട്ടിലേക്ക് പോയിട്ട് അവന്റെ അമ്മമ്മയുടെ അടുത്ത് അവനെ ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഓ, അപ്പോ ഇതിനു വേണ്ടിയിട്ടാണല്ലേ അവർ രണ്ടുപേരും കൂടി പോയത്? അതെ ആന്റി. അത് കേൾക്കുമ്പോൾ ചന്ദ്രയുടെ മുഖഭാവമൊക്കെ മാറുന്നുണ്ടേ. അപ്പോ തന്റെ വിദ്യ ഏറ്റു തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതെ ആന്റി, അവര് എങ്ങനെയും ആദ്യയെ ഇങ്ങോട്ട് ദത്തെടുത്ത് കൊണ്ടുവരും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അങ്കിളിന്റെ അടുത്ത് സംസാരിക്കുന്നത്. അതൊക്കെ ചുമ്മാ പറയുന്നതായിരിക്കും ശ്രുതി. കാരണം അവർക്ക് ജീവിക്കാൻ തന്നെ അവരുടെ പൈസ തികയുന്നില്ല. അത് പോരാത്തതിനാണോ ഇനിയിപ്പോ ഒരു കുഞ്ഞിനെയും കൂടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകുന്നത്? അതൊന്നും ഒരിക്കലും നടക്കില്ല. അല്ല ആന്റി, അവര് വളരെ സീരിയസ് ആയിട്ടാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിലും ഇവറ്റിങ്ങൾക്ക് ഇത് തന്നെ ഒരു പണിയായി തുടങ്ങിയിട്ടുണ്ട്. കണ്ട പിള്ളേരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വളർത്താൻ വേണ്ടിയിട്ട് ഇതെന്താ മടാണെന്ന് ചോദിക്കുമ്പോഴേക്കും സ്വന്തം മകനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോ എത്രയാണെന്നുണ്ടെങ്കിലും മനസ്സിലുള്ളത് പുറത്തേക്ക് വരുമല്ലോ. ആന്റി എന്ന് പറഞ്ഞ ഒച്ചത്തിലങ്ങ് വിളിക്കുവാണേ. നീ എന്തിനാ ശ്രുതി ഇങ്ങനെ വിളിക്കുന്നത്? അല്ല ആന്റി, ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ ആ പയ്യനുമായിട്ട് അവരിങ്ങോട്ടേക്ക് വരും. എന്തെങ്കിലും കാണിക്കട്ടെ ശ്രുതി. അവര് വേണമെന്നുണ്ടെങ്കിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ. അതെന്താ ആന്റി ഇങ്ങനെ പറയുന്നത്? അവരെങ്ങനെയെങ്കിലും ആ പയ്യനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. പയ്യനെ കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കാരണം പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇവിടുന്ന് പുറത്താക്കാലോ. ശ്രുതി വിചാരിച്ചത് ചന്ദ്രയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പദ്ധതി പൊളിക്കൂ എന്നാണ്. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അതിൽ വേറൊരു പ്ലാനാണ് കാണുന്നത്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി ആയല്ലോ. ആദ്യം കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ സച്ചിയെ രേവതി ആ പേര് പറഞ്ഞ് പുറത്താക്കാം. പക്ഷെ ആദ്യം കൂട്ടിക്കൊണ്ടുവരുന്നതിൽ ചന്ദ്രമതിക്ക് യാതൊരു എതിർപ്പും ഇല്ല എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുകയാണ്. ചന്ദ്രമതി ഉപയോഗിച്ചിട്ട് എങ്ങനെങ്കിലും ആദ്യം ദത്തെടുത്ത് കൊണ്ടുവരുന്ന സച്ചിനെയും രേവതിനും പ്ലാൻ തകർക്കാനാണ് വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ ശ്രുതി. പക്ഷെ അത് 8 നിലയിൽ പൊട്ടുവാണ്. വീണ്ടും ഒന്നും കൂടി ചന്ദ്രയുടെ അടുത്ത് സംസാരിക്കുകയാണേ. ആന്റി, അവരെ ഇവിടുന്ന് വീട് വിട്ട് തുരത്തുന്നതിനേക്കാൾ കൂടുതൽ ആവശ്യമായിട്ടുള്ളത് അവരെ കൊണ്ട് ആ പയ്യനെ ദത്തെടുപ്പിക്കാതിരിക്കാനുള്ള വഴിയാണെന്നും അവരെ ഈ വീട് വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നമുക്ക് എന്താണ്? അതല്ല ആന്റി, നമ്മുടെ ഫാമിലിയെ കുറിച്ചിട്ടല്ലേ എല്ലാവരും പിന്നെ സംസാരിക്കുക. നമ്മുടെ ഫാമിലിയിലേക്ക് എന്തിനാണ് ഒരു പയ്യനെ ദത്തെടുക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവരും ചോദിക്കില്ലേ? ശ്രുതി, എന്നാരും അതിന്റെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കില്ല. ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം രേവതിക്കാന്നല്ലേ? അവർക്ക് ഒരു കുഞ്ഞുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ? അതുകൊണ്ട് അത് രേവതിയെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുള്ളൂ. അതിന് എനിക്കെന്താ പ്രശ്നം? ഇത് നോക്ക് ശ്രുതി, അവര് ആ പയ്യനെ ദത്തെടുത്തിട്ട് ഇങ്ങോട്ട് വരട്ടെ. അവരെ മൊത്തത്തിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞുവിടും.
നീ എന്തിനാ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നത്, വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവുകയാണേ. ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരടുത്ത് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആദ്യം അഡോപ്റ്റ് ചെയ്യുന്നതിൽ നിന്നും സച്ചിയും രേവതിയും എങ്ങനെയെങ്കിലും തടയാന്ന് വിചാരിച്ച, എന്നാൽ ഇവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാൻസ് യൂസ് ചെയ്തിട്ട് സച്ചിയും രേവതിയുടെ മൊത്തത്തില് പറഞ്ഞു വിടാനാണല്ലോ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഫലമൊന്നും ഇല്ലല്ലോ. ഇനി എന്തായാലും ഇവരെ വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇതിന് ഞാൻ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. തുടർന്ന് കാണിക്കുന്നത് ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടി ചേർന്നിട്ട് ഒരു സ്കൂളിൽ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ആ സ്കൂളിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ട് എത്തിയ ഉടനെ തന്നെ മീര ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാണ് ഇപ്പം പാതിയിൽ അവനെ കൂട്ടിക്കൊണ്ടുവരുന്നത്, ഈ വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം അവനെ മറ്റൊരു സ്കൂളിലേക്ക് ചേർത്തിയാ പോരെയെന്ന്. അങ്ങനെ തന്നെയായിരുന്നു ഞാനും വിചാരിച്ചത്. എന്നാൽ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ആദ്യം ദത്തെടുക്കുക എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവര് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മായിമാരുടെ അടുത്ത് പറഞ്ഞാൽ പോരെ, അവർക്ക് എന്തായാലും ആദ്യം ദത്തെടുക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ തന്നെയാണ് മീര ഞാനും വിചാരിച്ചത്. എന്നാ അവരാണെന്നുണ്ടെങ്കിൽ തനിയെ വേറൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. ആദ്യം ദത്തെടുത്ത് വന്നു കഴിഞ്ഞാൽ സച്ചിയും രേവതിയും ആ പേരും പറഞ്ഞിട്ട് ഓടിക്കുക എന്ന്. അങ്ങനെ തനിയെ പോവാതെ ആദ്യം ദത്തെടുത്തിട്ട് സച്ചിയും രേവതിയും വീട്ടിൽ തന്നെ നിന്നാലുണ്ടല്ലോ, ഞാൻ എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടും. നീയാണ് അമ്മ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യയുടെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവൻ ചെറിയ പയ്യനല്ലേ, എന്തെങ്കിലും ഒരു പെട്ടെന്ന് എന്നെ അമ്മ എന്നെങ്ങനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് എന്റെ കഥ അവസാനിക്കും. ഇപ്പോ എന്റെ തലവേലെ തീയാണ്. ഉടനെ തന്നെ എന്തായാലും ചെയ്യണം, ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എന്നുള്ള കാര്യം നിനക്കറിയില്ലേ? നീ ഉടനെ തന്നെ പിടിക്കപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എത്രയും വേഗം തന്നെ അമ്മയും അതുപോലെ തന്നെ ആദ്യം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അപ്പോഴേക്കും രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്നത് സെക്യൂരിറ്റി കണ്ടിട്ട് അവരുടെ അരികിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങള് എന്തിനാ വന്നത് എന്നുള്ള കാര്യം. എന്റെ മകനെ ചേർക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ ബുക്കിനകത്ത് എൻട്രി ചെയ്തിട്ട് അങ്ങോട്ട് ഓഫീസ് റൂം കാണിച്ചു കൊടുക്കുന്നത് അങ്ങോട്ടേക്ക് പൊക്കോളാൻ വേണ്ടി പറയാണ്. അങ്ങനെ അവർ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ദൂരെ വന്നിട്ട് നീ ചേർത്തുന്നത്? സിറ്റിയിൽ ഏതെങ്കിലും സ്കൂളിൽ അവനെ ചേർത്താ പോരെ? അതുമാത്രമല്ല, നിനക്ക് വന്നിട്ട് കാണാനും ബുദ്ധിമുട്ടല്ലേ? അതൊന്നും ഒരു പ്രശ്നമല്ലടി. സിറ്റിയിനുള്ളിൽ ഏതെങ്കിലും സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യം ആരുടെങ്കിലും കണ്ണിൽപ്പെടും. അതെങ്ങനെയാടി ഇത്രയും വലിയൊരു സിറ്റിക്കകത്ത് ആദ്യം കറക്റ്റ് നിന്റെ വീട്ടിലുള്ള ആരുടെങ്കിലും മുമ്പിൽ വന്ന് പെടുന്നത്? രേവതി ഒരുപാട് സ്ഥലത്ത് പൂ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സിറ്റിയിലെ ഒരുവിധം സ്കൂളിലൊക്കെ ചിലപ്പോൾ അവള് പൂ കൊടുക്കുന്നുണ്ടാകും. എന്റെ കഷ്ടകാലത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഓർഡർ കിട്ടുന്നത് രേവതിക്കാകും. ഇങ്ങനെയൊക്കെ നടക്കൂടി എന്ന് മീര ചോദിക്കാണ് കേട്ടോ. കാരണം ശ്രുതി അത്രയും പ്ലാൻഡ് ആയിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. എന്തിന്? സച്ചിയാണെന്നുണ്ടെങ്കിൽ ക്യാബ് ഓടിച്ചോണ്ടിരിക്കുവല്ലേ. ആ സ്കൂളിലെ ഏതെങ്കിലും ഒരു പയ്യനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സച്ചിയുടെ കണ്ണിൽ ആദ്യം പെടും. പിന്നെ ആദ്യം നേരെ വീട്ടിലേക്കായിരിക്കും കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഇത്രയും ദൂരെ സ്കൂളിൽ ചേർക്കാന്ന് ഞാൻ വിചാരിച്ചത്. എടി സ്കൂൾ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോ ഞാൻ നന്നായിട്ട് അന്വേഷിച്ചതാണ്. എന്തായാലും ആദ്യം ഇവിടെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവന്റെ എഡ്യൂക്കേഷനൊക്കെ നന്നായിട്ട് തന്നെ പോകും. പിന്നെ അവര് സ്റ്റേ ചെയ്യുന്ന വീടും ഈ സ്കൂളിന്റെ അടുത്ത് തന്നെയാണ്. സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഓൾറെഡി ശ്രുതി നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ സ്കൂൾ സെലക്ട് ചെയ്തത്. എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്, അത് നിന്റെ ഐഡിയക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം നീ ഐഡിയ പറ, എന്നിട്ട് ബെറ്റർ ആണോ അല്ലയോ എന്നുള്ള കാര്യം ഞാൻ പിന്നീട് നോക്കാം. അങ്ങനെ മീര ഐഡിയ പറയുന്നത് വേറൊന്നുമല്ല, സച്ചിൻ രേവതി അവനെ ദത്തെടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനു പകരം നിനക്ക് ദത്തെടുത്ത എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ ദത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം നിന്നെ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഇതാണോ നിന്റെ ഐഡിയ? എന്താടി നല്ല ഐഡിയ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ സിറ്റുവേഷനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എനിക്ക് ചിരിക്കണോ കരയണോ എന്നുള്ള കാര്യം അറിയില്ല. എന്റെ സ്വന്തം പയ്യനെ ഞാൻ തന്നെ അഡോപ്റ്റ് ചെയ്തിട്ട് അവനെ വളർത്തേണ്ട ഒരവസ്ഥ, ഇനി ആ ഒരു അവസ്ഥയും കൂടെ മാത്രമേ എനിക്ക് വരേണ്ടതായിട്ടുള്ളൂ. എടി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് നല്ല ഐഡിയ അല്ലേ എന്ന് മീര വീണ്ടും ചോദിക്കുമ്പോൾ സുധി ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. ഇനിയിപ്പോ ഞാൻ സുധിയെ കൊണ്ട് സമ്മതിപ്പിച്ചു കഴിഞ്ഞാലും അവന്റെ അമ്മയുണ്ടല്ലോ, ആന്റി വന്നിട്ട് ചെലങ്ക കെട്ടി ആടും. അവരെപ്പോഴാണ് എനിക്ക് കുഞ്ഞുണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ പറയുന്ന ഐഡിയ ഒന്നും ഒരിക്കലും നടക്കില്ല മീര. നടക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും ഇല്ല എന്ന് മീര ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചാൻസും ഇല്ല. ഇപ്പോ ആദ്യമറിയാം ഞാനാണ് അവന്റെ അമ്മ എന്ന്. അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന സമയത്ത് എന്റെ അമ്മായിമ്മയാണെന്നുണ്ടെങ്കിൽ അവനെ ആരും ഇല്ലാത്തവനാണ്, അനാഥനെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാം കേട്ടിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഉള്ളിൽ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ടും എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതി. അത് കണ്ട മീരയാണെന്നുണ്ടെങ്കിൽ ശരി എന്തായാലും ആ ഐഡിയ വിട്ടേക്ക്, നീ ടെൻഷൻ ആവണ്ട, നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് 100 രൂപന്റെ ഫോമൊക്കെ മേടിച്ചിട്ട് അവർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഫീസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന്റെ അന്ന് തന്നെ ഫീസ് കെട്ടണം എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. ശരിയെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ ചെയ്യുമ്പോഴേക്കും ഇത്രയും ഫീസൊക്കെ മേടിക്കുന്നതല്ലേ ഇവിടെ, അതിന് മാത്രം എന്താ ഉള്ളതെന്നുള്ള കാര്യം ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്കൂളൊക്കെ ഒന്ന് കറങ്ങുന്നുണ്ട് മീര. വിമല കിടക്കുന്ന സമയത്താണ് ശ്രുതി ഫോണിലേക്ക് വിളിക്കുന്നത്. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാണ്.
അമ്മ ഉടനെ തന്നെ നിങ്ങളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും. വാടകയ്ക്ക് ഒരു വീടും അതുപോലെ തന്നെ ആദ്യക്ക് പഠിക്കാനുള്ള സ്കൂളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ടടി. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഒരു ആശ്വാസം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ മറ്റൊന്നുമല്ല, എന്റെ കാലശേഷം നീ ആദ്യെ തനിയെ വിട്ടു കളയോ എന്നുള്ളൊരു ഭയം. അതെങ്ങനെയാ അമ്മേ, അവൻ എന്റെ മകനല്ലേ. അമ്മ എന്നെ എന്തായാലും അങ്ങനെ വിട്ടു കളയില്ലല്ലോ. പിന്നെ എനിക്കെങ്ങനെയാണ് ആദ്യം അങ്ങനെ വിട്ടു കളയാൻ വേണ്ടി പറ്റും? അവൻ എന്തായാലും നിന്റെ അരികെ നിൽക്കുന്നത് തന്നെയാണ് അവന്റെ ഭാവിക്ക് നല്ലതായിട്ടുള്ള കാര്യം. ശരി അമ്മേ, എന്തായാലും ഞാൻ നെക്സ്റ്റ് വീക്ക് നിങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആദ്യയുടെ അടുത്തും അമ്മ ഈ കാര്യം പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ശ്രുതി. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ രേവതി ഹാളിലെ ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരുന്നിട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു വന്ന ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഹാളിന്റെ നടുക്ക് കൊണ്ട് ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പൊ പൂ കെട്ടലും. അതിനെന്താ അമ്മേ, ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. നിന്റെ വർത്താനത്തിന് മാത്രം യാതൊരു കുറവുമില്ല, നാക്കിന് നല്ല നീളമാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് ആ ചേച്ചിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട്, ആ ചേച്ചി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ കൊണ്ടുതരാമെന്ന്. അത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്താടി നീ നാട് ചുറ്റാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കുന്നുണ്ട്. നാട് ചുറ്റാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എന്റെ ജോലി ചെയ്യാനാ പോകുന്നത്. പിന്നെ നീ വലിയ ഡോക്ടറല്ലേ, നേർമയായിട്ട് അധ്വാനിക്കുന്ന ഏതൊരു ജോലിയും അന്തസ്സുള്ളത് തന്നെയാണ്. പിന്നെ ഡോക്ടർക്ക് ജോലി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു രോഗി ഉണ്ടാവണം. എന്നാൽ എന്റെ കാര്യം അങ്ങനെയല്ല. നല്ല മണവും അതുപോലെ തന്നെ നല്ല മനസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും പൂ ചൂടാൻ വേണ്ടി പറ്റുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും നീ സച്ചിയുടെ ഭാര്യയാണല്ലോ, അപ്പൊ അവനെ പോലെ തന്നെയല്ലേ സംസാരിക്കുള്ളൂ. ഇത് കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അല്ലെങ്കിലും ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് ഭാര്യമാരാവേണ്ടത്. എന്നിട്ട് എന്താ കാര്യം, എന്റെ അച്ഛനെ പോലെ അല്ലല്ലോ നിങ്ങള്, അതുപോലെ ശാന്തമായിട്ടാണോ ഇരിക്കുന്നത്? നിങ്ങള് പേ പോലെ ആടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ഇടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതല്ല, നിങ്ങൾ ഭരതനാട്യ ക്ലാസ്സിൽ ആടുന്നില്ലേ, അതിനെ കുറിച്ച് പറഞ്ഞതാണ്. എനിക്കെന്തായാലും നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് സമയമൊന്നുമില്ല, ഞാൻ പോവാണ്. പിന്നെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അമ്മ ഞാൻ ഇവിടെ വെക്കാന്ന് പറയുന്നുണ്ട്. ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടല്ല, ബാമയുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അമ്മ ഞാനോന്ന് ചോദിക്കുമ്പോൾ അല്ലാണ്ട് പിന്നെ ആരാണ്? അതല്ല അമ്മേ, എനിക്ക് പൂ കൊടുക്കാൻ വേണ്ടി പോകണ്ട്, അതൊക്കെ പിന്നെ കൊടുക്കാം. കൃത്യം 1 മണിക്ക് എനിക്ക് ഭക്ഷണം എത്തണം. എനിക്ക് അങ്ങനെ വിശന്നിരിക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ വന്നേക്കണം. അതെന്തായാലും രേവതി കറക്റ്റ് സമയത്ത് തന്നെ കൊണ്ട് എത്തിച്ചു കൊടുക്കുക. പക്ഷെ അതിന് ശമ്പളം എത്ര എന്നുള്ള കാര്യം കൂടി ഒന്ന് സംസാരിച്ചേക്ക്. ശമ്പളമോ എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അതെ, അവളുടെ ജോലി കളഞ്ഞിട്ടല്ലേ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അപ്പോ അതിന് ശമ്പളം കിട്ടിയല്ലേ പറ്റുള്ളൂ. എടാ, ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അവൾക്ക് ഞാൻ പണം കൊടുക്കണം. അവളല്ലേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവൾ തന്നെയാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതിന് അവൾ പണവും തരുന്നുണ്ട്. ഇവിടെ വീട്ടിലുള്ള എല്ലാ ജോലിയും അവൾ ചെയ്യുന്നുണ്ട്. അവളുടെ ജോലിയും ചെയ്യണം. അതുപോലത്തേന് ഇനി നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരാൻ വേണ്ടി പറയുന്നു. എന്താ, നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ ആരുമില്ലേ? എന്താ, ഒരു അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ട് മരുമകൾ അത് ചെയ്യില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മറ്റൊക്കെ വന്നതുപോലെ ചങ്കത്ത് കൈവച്ചിട്ട് അയ്യോ എന്ന് പറയണേ സച്ചി. ഇത് കണ്ടിട്ട് നമ്മുടെ രേവതിക്കാണെന്നുണ്ടെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ലേ. കണ്ടോ, പുതിയ അമ്മായിമ്മ സ്നേഹമൊക്കെ വന്നിട്ടുണ്ട്. എന്താ, നിങ്ങൾക്ക് വേറെ 2 മരുമകളില്ലേ, അവരുടെ അടുത്ത് പറഞ്ഞൂടെ എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. രേവതിയും അതുപോലെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ടുവരാനൊന്നും അവളെ കൊണ്ട് പറ്റില്ല. എടി, നീ എന്താടി എനിക്ക് ഭക്ഷണം തരാതെ എന്നെ പട്ടിണിക്കിട്ട് കൊള്ളണം എന്നുള്ള കാര്യം തീരുമാനിച്ചോ? നിങ്ങളടുത്ത് ആരാ പറഞ്ഞത് ഭക്ഷണം കഴിക്കണ്ട എന്നുള്ള കാര്യം? നിങ്ങൾ ബാമാൻറ്റിന്റെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ? ഞാൻ എന്താടാ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? കല പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാ പോകുന്നത്. അമ്മേ, ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒരു കല തന്നെയാണ്. എന്റെ ഭാര്യ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങളും അങ്ങ് ചെയ്തേക്ക്. ഇവരുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണ് രാവിലെ തന്നെ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവിക്ക് അരികിലേക്ക് ചെന്നിട്ട്, രവിയേട്ട, ഇവർക്ക് 2 പേർക്കും കുറച്ചെങ്കിലും എന്നോട് സ്നേഹമുണ്ടോ? അച്ഛാ, അതിന് അനുസരിച്ചുള്ള രീതിയിൽ നടക്കണ്ടേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണ്. ഇപ്പോ എന്താണ് പ്രശ്നം എന്ന് രവി ചോദിക്കുമ്പോ, രവിയേട്ട, ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവളെടുത്ത് പറഞ്ഞപ്പോ അവള് എടുത്തോണ്ട് വരില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചി ഒച്ചയുണ്ടാക്കുവാണ്. അച്ഛാ, ഞാൻ അടി ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല, ഞാൻ കാര്യമാണ് പറഞ്ഞത്. രേവതിക്ക് അവളുടെ ജോലി നോക്കണ്ടേ? അവൻ പറഞ്ഞത് ശരി തന്നെയല്ലേ ചന്ദ്ര എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ, അപ്പോ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ചന്ദ്ര. അങ്ങനെയാണെങ്കിൽ അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ ഭക്ഷണം പൊതിഞ്ഞു തരാ എന്ന് രേവതി. അവള് പറയുന്നത് ശരിയല്ലേ, അവള് എടുത്തു തരുമല്ലോ ചന്ദ്രേ. ഇവിടെ ചുമ്മാ ഇരുന്ന് പൂക്കിടുന്ന ഇവള് ചൂടോട് കൂടി ഭക്ഷണം കഴിക്കും. അതിന് അവിടെ കഷ്ടപ്പെട്ടും ഭരതനാട്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ തണുത്ത ഭക്ഷണം കഴിക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് ചൂടോട് കൂടി കഴിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ള കാര്യം രവിയേട്ടന് അറിയില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ചൂടാക്കി കഴിച്ചോളാൻ വേണ്ടി സച്ചി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്റെ ശരീരത്തിന് ശരിയാവില്ല എന്നാണ് ചന്ദ്ര പറയുന്നത്. മര്യാദയ്ക്ക് അവളടുത്ത് നിങ്ങളെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി ചന്ദ്ര രവിയുടെ അടുത്ത് പറയാണേ. നിനക്ക് ഭക്ഷണമല്ലേ വേണ്ടത്, ഞാനിവിടെ ചുമ്മാ ഇരിക്കല്ലേ, ഞാൻ നിനക്ക് ഭക്ഷണം കൊണ്ടുതരാം. അയ്യോ അച്ഛൻ പോകണ്ട, ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും, ഞാൻ കൊണ്ടു കൊടുത്തോളാം രേവതി പറയുമ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ. അല്ല അച്ഛൻ പോകുന്ന സമയത്ത് എന്തായാലും ഓട്ടോയ്ക്ക് കാശ് കൊടുക്കണ്ടേ, ഇത് ഓവർ ചെലവാന്ന് പറയുമ്പോ അതൊന്നും കുഴപ്പമില്ലടാ എന്ന് രവി പറയാണേ.
നിനക്കിപ്പോ ഭക്ഷണമല്ലേ വേണ്ടുള്ളൂ, ഞാൻ കൊണ്ടു തന്നോളാം എന്ന് രവി പറയാണ്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോടി, ഇവരെ സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് നീ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ചന്ദ്ര ചോദിച്ച കേട്ട ഉടനെ തന്നെ അച്ഛ അമ്മയ്ക്ക് അച്ഛനോട് എന്തോ ഒരു സ്നേഹമാണ്, പുതുതായിട്ട് വന്നതാണെന്നാ തോന്നുന്നതടാ എന്ന് രവിയും പറയാണ്. അച്ഛ ഇതൊന്നും അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല, രേവതിയെ കൊണ്ട് ജോലി എടുപ്പിക്കണല്ലോ അതുകൊണ്ടാണ്. കറക്റ്റ് അല്ലേന്ന് സച്ചി മുഖത്ത് നോക്കിയിട്ട് ചന്ദ്ര എടുത്ത് നോക്കുമ്പോ ഇപ്പൊ എന്താ പ്രശ്നം, ഇവർ രണ്ടുപേരും പറയുന്നത് ഞാൻ പട്ടിണി കിടക്കണമെന്നല്ലേ? അതിന് ചന്ദ്രയെ ഞാൻ ഭക്ഷണം കൊണ്ടുതരാന്ന് പറഞ്ഞല്ലോ, ഇതിനു വേണ്ടിയിട്ടാണല്ലേടി നിനക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കണം എന്നിട്ട് അമ്മായിപ്പനെ കൊണ്ട് ജോലി എടുപ്പിക്കണം, അതല്ലേ നിന്റെ ആവശ്യം? ഇതിനു വേണ്ടിയിട്ടാണല്ലേ രവിയേട്ട നിങ്ങൾ ഇവളെ തേടി പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്തായാലും കൊണ്ടു തന്നോളാം എന്ന് പറയാണ്. അച്ഛൻ എന്തിനാ വെറുതെ വെയിലത്തൊക്കെ പോകുന്നത്? അമ്മേ ഞാൻ തന്നെ കൊണ്ടു തന്നോളാം എന്ന് രേവതി പറയുമ്പോ അങ്ങനെ വാ, എനിക്കും അതുപോലെ തന്നെ ഭാമിക്കും കൂടി ചേർത്ത് ഭക്ഷണം എടുത്തിട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര അവിടുന്ന് പോകുന്നത്. ചന്ദ്ര പോയി കഴിഞ്ഞതിന് ശേഷം രവിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഇല്ലേ അച്ഛ അവരെന്ത് ജോലി പറഞ്ഞു കഴിഞ്ഞാലും അവൾ അതെല്ലാം എടുത്ത് തലയിലേറ്റിക്കോളെന്ന് പറയുമ്പോ രേവതി അച്ഛനെ ചുമ്മാ ആ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടിപ്പിക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം, സച്ചേട്ടനൊന്നും മിണ്ടാതിരുന്നെന്ന് പറഞ്ഞിട്ട് രേവതി പൂക്കെട്ടാൻ വേണ്ടി അങ്ങ്